നമ്മൾ നേടുക തന്നെ ചെയ്യും. അത് വേണ്ടെന്ന പ്രക്ഷോഭത്തിലേക്ക് സംഘടന പോകും. അത്തരത്തിൽ ഒരു പ്രക്ഷോഭത്തിന്റെ ഘട്ടത്തിലാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. ഈ നിർണായ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി സംഘടന ജനറൽ സെക്രട്ടറി എസ് പി രാജേന്ദ്രൻ. പ്രിയപ്പെട്ട സഖാക്കളെ, ക്ഷാമബത്ത അനുവദിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ച് ഒരു 5 വർഷക്കാലത്തിന് ശേഷമായിരിക്കും നമ്മളൊരു പ്രകടനവും മുദ്രാവാക്യമൊക്കെ നടത്തേണ്ടി വരും. ശരിയായിരിക്കും, അതിൽ വേറെ ഒരു തർക്കവും വേണ്ട. 2006 മുതൽ 2011 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ക്ഷാമബത്ത എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം കേരളത്തിൽ ഒരിടത്തും ആരും ഒരു മുദ്രാവാക്യമായി വിളിച്ചിരുന്നില്ല എന്നുള്ളത്. നമ്മൾ പറയാറുണ്ടല്ലോ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കണം, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിനകത്ത് ശമ്പള പരിഷ്കരണം ഉണ്ടാവും, ക്ഷാമബത്ത ഉണ്ടാകും, ലീവ് സറണ്ടർ ഉണ്ടാകും, മറ്റ് അനുബന്ധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഡിമാൻഡുകൾ ഉണ്ടാകും. ഇതൊക്കെ ജീവനക്കാരന്റെ മേഖലയിൽ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ്. ആ നേടിയെടുക്കുന്നവ സംരക്ഷിക്കുന്നതിന് വേണ്ടി നേടിയെടുത്തതിനേക്കാളും അതിശക്തമായ പോരാട്ടങ്ങൾ വേറെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ സിവിൽ സർവീസിന്റെ ചരിത്രമാണ്. അത് പറയുമ്പോഴും കേരളത്തിലെ ഒരു ഭരണമാറ്റം എത്ര വേഗത്തിലാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും മേഖലയിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. എത്ര വേഗത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അധികാരമേറ്റ് 6 മാസമായിട്ടില്ലല്ലോ, 6 മാസമായിട്ടില്ല. അതിനകം തന്നെ 4 മാസം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഭരണകാലയളവിലെ ചെയ്തികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികളുടെ മഴവെള്ള പാച്ചിലായി വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ തീരുമാനം. ഇവിടെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു ക്ഷാമബത്തയെ സംബന്ധിച്ച്. ഉമ്മൻചാണ്ടി 2006 അധികാരം ഒഴിയുമ്പോൾ അന്നൊരു ക്ഷാമബത്ത കുടിശ്ശികയുണ്ട്. അതിന്റെ കണക്ക് നമുക്ക് കൃത്യമായിട്ടറിയാം. 3 ഗഡുവാണ് കുടിശ്ശിക. 2006 VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അധികാരമേൽക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലയളവിലെ കുടിശ്ശിക എന്ന് പറയുന്നത് 3 ഗഡു ക്ഷാമബത്തയാണ്. അത്തരത്തിൽ 3 ഗഡു ക്ഷാമബത്ത കുടിശ്ശികയാക്കിയിട്ടിട്ട് ഇറങ്ങിപ്പോയ ആളാണ് ഇന്നിപ്പോ വീണ്ടും നിർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ വീണ്ടും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പണി ഇപ്പോ വെളി പറയുന്നത് 24/7 എന്നാണ്. ആർക്ക് വേണോ എപ്പോ വേണോ എന്ത് വേണോ കയറി വരാം. അദ്ദേഹത്തിന്റെ കസേരയിലും ആർക്ക് വേണോ കയറിയിരിക്കാം, ഒരു പ്രശ്നവുമില്ല, കയറി ഇരുന്നോളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ ദിവസം ഒരു MLA ഒരു വലിയ ക്രമപ്രശ്നം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രസ് സെക്രട്ടറി കൊടുത്തിട്ടുള്ള ഒരു കുറിപ്പ് DGPയുടെ റിപ്പോർട്ടാണ് MLAക്കെതിരെയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് മനോരമയും മാതൃഭൂമിയിലും വെണ്ടയ്ക്കെതിരെത്തിയ ഒരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അങ്ങനെ DGPയുടെ ഒരു റിപ്പോർട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രസ് സെക്രട്ടറിക്ക് പിന്നെ എവിടെ ലഭിച്ചു? അവർ സ്വയം എഴുതി തയ്യാറാക്കിയ DGPയുടെ പേരിലുള്ള ഒരു റിപ്പോർട്ട് ഒരു MLAയെ അപമാനിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുവാൻ, ദുർവിനിയോഗം ചെയ്യുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിരിക്കുന്നു. എനിക്ക് തെറ്റുപറ്റി. ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി. അദ്ദേഹം ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്ക് തെറ്റുപറ്റി. എന്തൊരു തെറ്റാണ്? ചെറിയ തെറ്റാണോ? വേറൊരു വിദ്യാർത്ഥിക്ക് വേണ്ടി അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുവാൻ ക്രമരഹിതമായി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി പത്രക്കാരോട് പറയുകയാണ്, ഞാനാണ് ഉത്തരവാദി, അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പൊ ഈ വഴിവിട്ട ക്രമരഹിതമായ കാര്യങ്ങളാകെ ചെയ്യുന്നതിന് ഉമ്മൻചാണ്ടിക്ക് ആര് കൊടുത്തിട്ടുണ്ട് അധികാരം? ആരാ കൊടുത്തിട്ടുള്ളത് അധികാരം? ക്ഷാമബത്തയുടെ കാര്യത്തിൽ ജീവനക്കാരൻ മുദ്രാവാക്യം വിളിക്കേണ്ട സാഹചര്യം വന്നു. 65 മാസത്തിന് ശേഷം കേരളത്തിന്റെ തെരുവുകളിൽ അധ്യാപകന്റെയും ജീവനക്കാരുടെയും പണിയെടുക്കുന്ന ഓഫീസുകളിൽ ജീവനക്കാരൻ മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നിരിക്കുന്നു. ക്ഷാമബത്ത ഞങ്ങൾക്ക് അനുവദിക്കണം.